ഹായ് ഓൾ, വെൽക്കം ടു എൻലേൺ അക്കാഡമി. അപ്പോൾ നമ്മളുടെ ഐക്കർ UG 2026 സെക്കൻഡ് കൗൺസിലിംഗ്, സെക്കൻഡ് റൗണ്ട് ഓഫ് അഡ്മിഷൻ, സീറ്റ് അലൊക്കേഷൻ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 16 ആണ് അതിൻ്റെ സെക്കൻഡ് സീറ്റ് അലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കുട്ടികൾ കിട്ടാത്ത കുട്ടികളുണ്ട്. മോർ ദൻ കിട്ടിയതിനേക്കാളും ഒരു 80% ആൾക്കാർ കിട്ടാത്തവരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐക്കർ UG 2026 എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സീറ്റ് അലൊക്കേഷനുമായി ബന്ധപ്പെട്ട്, അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഇതിന്റെ സെക്കൻഡ് റൗണ്ടിലെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡേറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. സീറ്റ് അലോട്ട്മെന്റ്, ഓൺലൈൻ റെസ്പോൺസ് ടു ക്വയറീസ് ബൈ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ റീസബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ഇഫ് റിക്വയർഡ്, ഡിപ്പോസിഷൻ ഓഫ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ, അതുപോലെ തന്നെ ജനറേഷൻ ഓഫ് പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ. ഈ 5 കാര്യങ്ങൾ, സീറ്റ് അലോട്ട്മെന്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്യുക, അതിനുശേഷം അത് റിജക്ട് ആയിട്ടുണ്ടെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാനുള്ള സമയം തരിക, അതുപോലെ തന്നെ നമ്മളുടെ ഫീസ് അടിച്ചിട്ട് പിന്നെ നമുക്ക് അവിടെ ഓക്കെ ആണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാനോ അല്ലാതെ അപ്ഗ്രഡേഷൻ ഒക്കെ കൊടുക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 6 ഓഗസ്റ്റിനാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 ഉച്ച 11 മണി മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവസാനിക്കുന്നത് എൻഡ് ഓഫ് ഓൺലൈൻ ഡോക്യുമെന്റ്. അതിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബൈ ദി യൂണിവേഴ്സിറ്റീസ് എൻഡ് ചെയ്യുന്നത് 7th ഓഗസ്റ്റ് 2026 ഫ്രൈഡേ ആണ്, 2 മണിക്കാണ്. നാളെ 7th ഓഗസ്റ്റ് ഫ്രൈഡേ 2 മണി വരെ ഉണ്ടാവും, ഉച്ച 2 മണി വരെ ആ ഒരു സമയം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ശേഷം പിന്നെ എൻഡ് ഓഫ് റീസബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ബൈ കാൻഡിഡേറ്റ്സ് ആൻഡ് എൻഡ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് റീസബ്മിറ്റഡ് ഡോക്യുമെന്റ്സ് ബൈ ദി യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റീസ് എന്താ പറയാ, നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ് ഏതെങ്കിലും തള്ളിപ്പോയിട്ടുണ്ട്, രണ്ടാമത് കൊടുത്ത് തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ടാവും. അത് സബ്മിറ്റ് ചെയ്തിട്ട് അത് വെരിഫിക്കേഷന്റെ റീസബ്മിറ്റിന്റെ ഒരു സമയം എന്ന് പറയുന്നത് 7th ഓഗസ്റ്റ് തന്നെയാണ്, ഫ്രൈഡേ 5 മണി വരെയാണ് അതിനുള്ള സമയം എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് പോലെ ഒരുപാട് സമയങ്ങളൊന്നും ഇതില്ല. കാരണം നമുക്ക് നമ്മളുടെ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് മിസ്റ്റേക്സ് ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കാനുള്ള സമയം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിന്റെ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പോകുമ്പോൾ അവിടെ ആ കാര്യങ്ങളൊക്കെ എന്താ പറയാ, മിസ്റ്റേക്സ് ഒന്നും വന്നാൽ തന്നെ കുറേ സമയമൊന്നും ഇതാക്കില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ് കാരണം കുറേ സമയം എടുക്കില്ല, പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ആക്കി പോകുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് എൻഡ് ഓഫ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ഡെപ്പോസിറ്റ് ബൈ കാൻഡിഡേറ്റ്സ്. അതും ഓഗസ്റ്റ് 8th ആണ്, സോറി ഓഗസ്റ്റ് 7th തന്നെയാണ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. 8 മണി വരെ, രാത്രി 8 മണി വരെയാണ് അതിന്റെ സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നാളെ വരെ ഇതിന്റെ കംപ്ലീറ്റ് കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രൊസീജിയേഴ്സിന് ഇതുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കാം. ഇപ്പൊ നെക്സ്റ്റിലേക്ക് വരാം. ഇനി ഇത് കിട്ടിയാൽ എങ്ങനെ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ബേസിക് ആയിട്ട് നമുക്കിനി എവിടെങ്കിലും കിട്ടി, ഇപ്പൊ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിലായിരിക്കും, ഞാൻ കാണിച്ചു തരാം. കിട്ടാത്ത, ഇതുവരെ കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇതിൽ സീറ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ഫസ്റ്റ് റൗണ്ട്, ഇതിപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്നാണുള്ളത്. ഇത് സെക്കൻഡ് റൗണ്ട് ചിലപ്പോൾ ഉണ്ടാവും. കൗൺസിലിംഗ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് എന്നായിരിക്കും കാണിക്കുക. ഏതാണ് കിട്ടിയ കോഴ്സ് അത് കാണിക്കും. അതുപോലെ തന്നെ ഏതാണ് യൂണിവേഴ്സിറ്റി, അവിടുത്തെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, പിന്നെ അലോട്ട്മെന്റ് ലെറ്റർ, റിമാർക്ക്, ടോക്കൺ, അഡ്മിഷൻ ടോക്കൺ ഫീ എന്നുള്ള സാധനം. അപ്പൊ ഈ പേയ്മെന്റ് ഓൺലൈൻ, പേ ഓൺലൈൻ, അതുപോലെ തന്നെ റിമാർക്സ് എന്നുള്ള ബട്ടൺ ചിലപ്പോൾ വരണം, നിങ്ങൾക്ക് പെട്ടെന്ന് വരണം എന്നില്ല. ഇതും ചിലപ്പോൾ വരണം എന്നില്ല. കാരണം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എപ്പോഴാണോ കഴിയുന്നത്, യൂണിവേഴ്സിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൽ അയച്ചിട്ട് പറയും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു മെയിൽ അയച്ചില്ല എന്ന് വിചാരിക്കുക, അറ്റ് എ പോയിന്റ് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മെയിൽ വരാതെ തന്നെ ഡോക്യുമെന്റ്, ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, റിമാർക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് സീറ്റ് ലോക്ക് ചെയ്യുന്നെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അപ്ഗ്രഡേഷന് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് ഇപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എന്താ പറയാ, വെരിഫിക്കേഷൻ ചെയ്ത സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഡോക്യുമെന്റ് തള്ളിപ്പോയി, മീൻസ് റിജക്ഷൻ വന്നു, ശരിയില്ല ഡോക്യുമെന്റ്, അപ്പോൾ അത് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡോക്യുമെന്റ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്കിതിന് കുറേ സമയമൊന്നുമില്ല. നമുക്ക് ഓഗസ്റ്റ് 7th വരെ, നാളെ വരെ സമയമുള്ളൂ, ഫ്രൈഡേ വരെ സമയമുള്ളൂ. ഫ്രൈഡേ രാത്രിയോട് കൂടി ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്നതാണ്. അപ്പൊ അതിന് എക്സ്റ്റെൻഡ് ചെയ്ത് സമയം തരാൻ ചാൻസ് ഇല്ല. കാരണം കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ടിൽ ഒരുപാട് ദിവസം സമയം തന്നിരുന്നു. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഏതെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ റെഡിയാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ റെഡിയാക്കണമായിരുന്നു. അപ്പൊ ഇതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷൻ വരും, റിമാർക്സ് എന്നുള്ള ഓപ്ഷൻ വരും. റിമാർക്സ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ആയിരിക്കും വരിക. പേയ്മെന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ റിമാർക്സ് ഇതാക്കാം, ഇല്ലെങ്കിൽ റിമാർക്സ് കൊടുത്തതിനു ശേഷം പേയ്മെന്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് അങ്ങനെ പറ്റുന്നുണ്ട്, ചില ആൾക്കാർക്ക് മറ്റേ രീതിയിലും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിമാർക്സിൽ ക്ലിക്ക് ചെയ്യാണ്, ഇവിടെ റിമാർക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ വരാ,
ഒന്നെങ്കിൽ അഡ്മിറ്റ് എന്ന് വരും, അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് എന്ന് വരും. അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ഈ യൂണിവേഴ്സിറ്റി വേണ്ട, ഓക്കെ, ഇവിടെ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കാം, പക്ഷേ അപ്ഗ്രേഡിന് കൊടുക്കുക, നെക്സ്റ്റ് റൗണ്ടിലേക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ഗ്രേഡിന് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് റിക്വസ്റ്റ് കൊടുക്കുക. നമ്മൾ ഓപ്ഷൻസിൽ മുകളിലുള്ള യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് റിക്വസ്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഓക്കെ ആണ്, വേറെ എവിടെ പോകണ്ട, ഇവിടെ തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് എന്ന് കൊടുക്കുക. അഡ്മിറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് അവിടെ തന്നെ ഓക്കെ ആയിരിക്കും, നമ്മൾ അവിടെ തന്നെ ഫിക്സ് ആക്കി എന്നുള്ളതാണ്, സീറ്റ് ഫിക്സ് ആക്കി എന്നുള്ളത്. നമുക്കത് വേണം ചേഞ്ച് ചെയ്യണം, നമ്മൾ മനസ്സ് മാറി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ്, ഇത് രണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്തതിനു ശേഷം ഈ രണ്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് റിമാർക്സിന്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിനി എന്താ പറയാ, നമ്മളവിടെ താൽക്കാലികമായിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊവിഷണലി അഡ്മിറ്റഡ് ബൈ യൂണിവേഴ്സിറ്റി വിത്ത് അപ്ഗ്രഡേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താൽക്കാലികമായി നമ്മൾ അഡ്മിഷൻ എടുത്തു, പക്ഷെ നമുക്ക് നമ്മളുടെ ഹയർ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷനിലുള്ള യൂണിവേഴ്സിറ്റിയിൽ കിട്ടണം. അപ്പോൾ നമ്മൾ അപ്ഗ്രഡേഷൻ കൊടുത്തു. അങ്ങനെ ഇട്ടത് എങ്ങനെ ആയിരിക്കും കാണിക്കുക എന്ന് നിങ്ങളുടെ മനസ്സ് മാറി, നിങ്ങളുടെ ഇതിന്റെ ലാസ്റ്റ് പ്രോസസ്സിന്റെ കുറച്ച് സമയത്തിന് മുമ്പൊക്കെ ആയിട്ട് നിങ്ങളുടെ മനസ്സ് മാറിയിട്ട് ഇവിടെ തന്നെ ഓക്കെയാണ്, കിട്ടിയ യൂണിവേഴ്സിറ്റി ഓക്കെയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ക്ലിക്ക് ആക്കിയിട്ട് ഇവിടെ തന്നെ അഡ്മിറ്റ് ആക്കണമെന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാം അപ്ഗ്രേഡേഷന് ഇപ്പോൾ നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആണെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ആക്കിയിട്ട് അപ്ഗ്രേഡേഷനും കൊടുക്കാം. അതാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലെ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഔട്ടായി പോകണം, വേണ്ട, ഇനി ഇവിടെ വേണ്ട, ഈ ഐക്കറിന്റെ ഇതേ വേണ്ട, നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് എന്താ പറയാ, ഫീസ് റീഫണ്ട് ആവണമെന്നുണ്ടെങ്കിൽ വിത്ഡ്രോവൽ ക്യാൻസലേഷൻ അഡ്മിഷൻ റിക്വസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യണം. ഈ ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറ്റും. നിങ്ങൾക്കത് ഈ കംപ്ലീറ്റ് പ്രോസസ് നിങ്ങൾക്ക് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് പൈസ റീഫണ്ട് ആവും ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് കൊടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഡൗട്ട് ഉണ്ടായിരിക്കും, താഴെയുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൽ നേരത്തെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ് ആ കുട്ടി വെച്ചിരുന്ന് വിചാരിക്കുക, അത് കുട്ടീൻ്റെ തേർഡ് ഓപ്ഷൻ ആയിരുന്നു. കുട്ടിക്ക് വേണ്ടത് ഉദാഹരണം തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് കുട്ടിക്ക് വേണ്ടത്. പക്ഷേ അപ്ഗ്രേഡേഷൻ റിക്വസ്റ്റ് കൊടുത്താൽ കുട്ടിക്ക് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കിട്ടൂല, കാരണം അത് അവൾ വെച്ച ഓപ്ഷന്റെ താഴെ ഉള്ളതാണ്. അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുകളിൽ ഒന്നെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ BHU ആയിരിക്കും ഉദാഹരണമായിട്ട് കിട്ടുക, മുകളിലുള്ള ഓപ്ഷൻസ് ആണ് കിട്ടുക, താഴെയുള്ള ഓപ്ഷൻസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടൂല. അപ്പൊ അതാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ ഇങ്ങനെയാണ് വരിക, ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് റൗണ്ടിൽ ഇത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വരിക, ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ വരിക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെലക്ട് അവിടെ ഫിക്സ് ആക്കുക, അഡ്മിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡേഷൻ കൊടുത്ത് സെക്കൻഡ് റൗണ്ട് വേണ്ട, സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട് കിട്ടിയിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് വന്ന ആൾക്കാർ സെക്കൻഡ് റൗണ്ടിലും വേണ്ട, അപ്ഗ്രേഡേഷൻ തന്നെ കൊടുക്കുകയാണ്, നമ്മൾ ഹയർ ഓപ്ഷനിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുക, വീണ്ടും സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇതാക്കുക, അഡ്മിഷൻ ടോക്കൺ ഫീ ഇതാക്കുക, ബാക്കി കാര്യങ്ങൾ ഇതാക്കുക. ഇതാണ് ബേസിക് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൗൺസിലുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഡോക്യുമെന്റ്സ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക, ഇന്ന് തന്നെ അലേർട്ട് ആയിരിക്കുക. ഏതെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ അതിൽ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കുക. അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാണ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനമായും, ഈ സെക്കൻഡ് റൗണ്ട് ഓഫ് കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിസ്റ്റേക്സ് നിങ്ങൾ ഒരിക്കലും വരുത്തരുത്. ഇതിൽ വരുന്ന മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് പ്രോസസ്സിൽ തന്നെ ചിലപ്പോൾ ഔട്ടായി പോകും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണ്ടി ചെയ്യാണ്. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് കാര്യങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കുക. നമ്മൾ അഡ്മിഷൻ സെലക്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.